അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ അറഫാ ദിനവും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും ശ്രേഷ്ഠമായ രാവ് പരിശുദ്ധമായ റമളാനിലെ ലൈലത്തുൽ ഖദറിൻ്റെ രാവായതുപോലെ ഒരു വർഷത്തിലെ ദിവസങ്ങളിൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫാ ദിവസത്തിൻ്റെ പകലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഫ്ളലുൽ അയ്യാമി യൗമു അറഫ. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അറഫാ ദിവസത്തിൻ്റെ പകലാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നമ്മിലേക്ക് വരുന്ന അറഫാ ദിവസം അഥവാ ദുൽഹിജ്ജ 9, അടുത്ത വെള്ളിയാഴ്ചയാണ് നമുക്ക് അറഫയുടെ ദിവസം വരുന്നത്, അറഫയുടെ രാവും പകലും വരുന്നത്. വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അറഫാ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഇബാദത്തുകൾ എന്തൊക്കെയാണ്? ഏറ്റവും ശ്രേഷ്ഠമായത് അന്ന് നോമ്പെടുക്കുക എന്നത് തന്നെയാണ്. സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പരിശുദ്ധമായ അറഫ ദിവസത്തിലെ നോമ്പാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബ്ലഹ വസ്സനത്തല്ലതി ബഅദഹ. പരിശുദ്ധമായ അറഫ നോമ്പ് 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കും. മറ്റൊരു റിവായത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, സിയാമു യൗമി അറഫ യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. കഴിഞ്ഞ വർഷത്തെയും അതുപോലെ തന്നെ അടുത്ത വർഷത്തെയും 2 വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് അറഫ നോമ്പ് വരുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. മാസപ്പിറവിയുടെ വ്യത്യാസം കൊണ്ട് അറഫ സംഗമം നടക്കുന്നത് വ്യാഴാഴ്ചയാണെങ്കിലും നമുക്ക് നമ്മുടെ ദുൽഹിജ്ജ 9 വെള്ളിയാഴ്ച ആയതിനാൽ 2 വർഷത്തെ പാപം പൊറുപ്പിക്കുന്ന ശ്രേഷ്ഠമായ നോമ്പ് വെള്ളിയാഴ്ചയാണ് നോൽക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ച് 8 കൂടി നോമ്പനുഷ്ഠിക്കൽ മുഅക്കദായ ശക്തിയായ സുന്നത്താണ്. അതുകൊണ്ട് വ്യാഴാഴ്ച കൂടി നോമ്പെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദുൽഹിജ്ജ 1 മുതൽ 9 ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളും നോമ്പെടുക്കൽ വലിയ പുണ്യമാണ്. ഒരു വർഷത്തെ പ്രതിഫലം കിട്ടുന്നതാണെന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ വരുന്ന വ്യാഴവും വെള്ളിയും പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറഫ നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അറഫ ദിവസം നമ്മൾ പ്രത്യേകമായി വർദ്ധിപ്പിക്കേണ്ട ദിക്റുകൾ എന്താണ്? പ്രത്യേകമായി ധാരാളം ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. പരിശുദ്ധമായ ഖുർആൻ ഓതണം. അതാണ് ഏറ്റവും വലിയ ദിക്ർ. വല ദിക്റുല്ലാഹി അക്ബർ. ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫാ ദിവസത്തിലെ ദുആ ആണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തൗഹീദിൻ്റെ വചനമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അറഫാ ദിവസം പ്രത്യേകം ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്റാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, എല്ലാ ദിവസവും നമ്മൾ മഗ്‌രിബിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും 10 വീതം ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ. ഇത് ധാരാളമായി വെള്ളിയാഴ്ച പകലിൽ നമ്മൾ വർദ്ധിപ്പിക്കണം. അറഫ ദിവസം വർദ്ധിപ്പിക്കണം. അല്ലാഹു നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പിന്നെ എപ്പോഴും ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ വർദ്ധിപ്പിക്കേണ്ട പ്രത്യേകമായൊരു ദിക്റുണ്ട്. മുമ്പ് നമ്മളത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹ് വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു തആലാക്ക് ഇബാദത്ത്, സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതുകൊണ്ട് ഈ 10 ദിവസങ്ങളിലും നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തക്ബീർ,
തഹ്ലീൽ, തഹ്മീദ്. നമുക്കെല്ലാവർക്കും പരിചിതമായ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ നമ്മൾ വർദ്ധിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ, ഈ ഹദീസിനെ നമ്മൾ പൂർണ്ണമായി അനുസരിക്കലായി. അപ്പോൾ അതുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ഈ ദിക്ർ പ്രത്യേകമായി വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് അറഫാ ദിവസം ഈ ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കണം. അപ്പോൾ 2 ദിക്റുകൾ ശ്രേഷ്ഠമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ. മറ്റൊന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 2 ദിക്റുകളും ധാരാളമായി വർദ്ധിപ്പിക്കണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ ദോഷം പുറത്ത് കിട്ടണം. മഗ്ഫിറത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് മഗ്ഫിറത്തിൻ്റെ ദിവസമായതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചെന്ന ഇസ്തിഗ്ഫാറിൻ്റെ വചനങ്ങൾ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ധാരാളമായി ചൊല്ലാം. അതുപോലെ തന്നെ അവസാന കാലത്തൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി വർദ്ധിപ്പിച്ച ഇസ്തിഗ്ഫാറിൻ്റെ വചനമാണ് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിൻ്റെ വചനങ്ങളും ധാരാളമായി നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് പ്രത്യേകമായി ഈ ദിവസം നമ്മൾ ദുആഇന് വേണ്ടി മാറ്റിവെക്കണം. ദുആഇന് ഇജാബത്തുള്ള ശ്രേഷ്ഠമായ രാവുകളിൽ മഹാനായ ഇമാമുന ശഫഈ തങ്ങളെപ്പോലെയുള്ള മഹത്തുക്കളൊക്കെ അറഫാ ദിവസം പ്രത്യേകമായി എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫാ ദിവസത്തിലെ ദുആ ആണ്. അതുകൊണ്ട് നോമ്പെടുത്ത് സംശുദ്ധമായ ആ മനസ്സോടുകൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലി, പ്രത്യേകമായി നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നതും ഇസ്തിഗ്ഫാറിൻ്റെ വചനങ്ങളും അല്പം സ്വലാത്തുകളും ചൊല്ലി നമ്മൾ റഹ്മാനായ റബ്ബിനോട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി, നമ്മുടെ വിഷമങ്ങൾ തീരാൻ വേണ്ടി, പ്രയാസങ്ങൾ അകലാൻ വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാവാൻ വേണ്ടി, അതിലൊക്കെ ഉപരിയായി നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി, നല്ല മരണത്തിന് വേണ്ടി, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെയും നമ്മുടെയും ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ശ്രേഷ്ഠമായ ഈ ദിനരാത്രങ്ങളിൽ പ്രത്യേകിച്ച് അറഫാ ദിവസത്തിൻ്റെ പകലിൽ നമ്മൾ ദുആ വർദ്ധിപ്പിക്കണം. അള്ളാഹു എന്നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പിന്നെ പ്രത്യേകമായി ഉണർത്താനുള്ള മറ്റൊരു കാര്യം, നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പോലെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. പ്രത്യേകിച്ച് നന്മകൾക്ക് വലിയ പ്രതിഫലമുള്ള ദിവസങ്ങളിൽ തെറ്റുകൾ വന്നുപോയാൽ കടുത്ത ശിക്ഷയുമുണ്ടാകും. നമ്മളെല്ലാവരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധ റമദാനിൽ സൽക്കർമ്മങ്ങൾക്ക് ധാരാളം പ്രതിഫലമുള്ളതുപോലെ റമദാനിൽ തെറ്റുകൾ ചെയ്താൽ അതികഠിനമായ ശിക്ഷയുണ്ട്. അതുപോലെ റമദാൻ കഴിഞ്ഞാൽ അതിശ്രേഷ്ഠമായ ഈ 10 ദിനരാത്രങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമുള്ളതുപോലെ തെറ്റുകൾക്ക് വലിയ ശിക്ഷയുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ ദിവസത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഇന്ന ഹാദാ യൗമുൻ, ഈ അറഫാ ദിവസം അതിശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. മമ്മലക ഫീഹി സംഅഹു വ ബസറഹു വ ലിസാനഹു. ആരെങ്കിലും ഈ ദിവസത്തിൽ തൻ്റെ കാതിനെയും തൻ്റെ കണ്ണിനെയും തൻ്റെ നാവിനെയും സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അതിനെ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഗുഫിറ ലഹു, അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ വരാതെ ഈ രാവ് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകമായി നിസ്കാരങ്ങൾക്ക് ശേഷം അറഫാ ദിവസത്തിൻ്റെ സുബഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അസർ വരെ, അഥവാ ദുൽഹിജ്ജ 9-ൻ്റെ സുബഹി മുതൽ 9-നും 10-നും 11-നും 12-നും 13-ൻ്റെ അസർ ഉൾപ്പെടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, മയ്യത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും പോലും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ, നമ്മൾ സാധാരണ പെരുന്നാളിന് ചെല്ലുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. സാധാരണ നമ്മളൊക്കെ 3 തവണ ചെല്ലാറുള്ളത്. പക്ഷേ 3 എന്നുള്ളതിൻ്റെ പരിമിതമായ എണ്ണമല്ല, എത്രയും വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് അറഫാ ദിവസം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അസർ ഉൾപ്പെടെ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ വർദ്ധിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവെ, പുണ്യമായ അറഫാ ദിവസത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ദുന്യവിയും മുഖറവിയുമായ ഖൈറാത്തുകളൊക്കെ നന്ന് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.